ജൂൺ ഇഷ്ടപ്പെട്ടതുപോലെ മസ്തിഷ്കമാർഗം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പേഴ്സൺ അമ്മ ഒരു ചോദ്യം വരും. പറ്റൂ, എന്നെ കൊണ്ട് പറ്റൂ. ഇത് ചോദിക്കേ ഇവരൊക്കെ നോക്കിയാട്ടാ നമ്മളുടെ ഒരു അന്തസ് ചോദിക്കുന്നത്. എന്ത് വേണേലും ചോദിച്ചോ. അയ്യോ സുഖമാണ്. ഇപ്പൊ അടി നല്ല സുഖമുണ്ട്. ശരി ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിലാണ് ഈ സിനിമയുടെ മിക്ക ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും നടക്കുന്നത്. ഋഷാന്ത് തന്നെയാണ് ഈ സിനിമയുടെ കോ ആർട്ട് ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഋഷാന്തും ആൽവിനും കൂടിയാണ് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ ചെയ്തത്. ആർട്ട് ഡയറക്ഷൻ എടുത്ത് പറയാനുള്ള റീസൺ ഫ്യൂച്ചർ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം സെറ്റിൽ തന്നെ നമുക്ക് ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാത്ത സാധനങ്ങൾ വെച്ചിട്ട് ഉപയോഗപ്പെടുത്തി ആ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ്യൂംസ് ഇപ്പം ഇതുവരെ ഞാൻ ഇടാത്ത ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസ് എങ്ങനെ റിഫ്രഷിംഗ് ആയിട്ട് ചിന്തിക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുക, ഒരു വിഷൻ ബോർഡ്. കൃഷാന്തൻ്റെ ഒരു പക്ക ക്ലാരിറ്റി ഉള്ളൊരു സംവിധായകനായതുകൊണ്ട് ആ വിഷൻ പ്രോപ്പർലി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത അർഷദൊക്കെ ഉണ്ട്. അർഷദ് വർക്കല എനിക്ക് നിൽക്കുക അർഷദൊക്കെ കാണിക്കല്ലേ. ദിവ്യ ജോബിയാണ് കോസ്റ്റ്യൂം. അപ്പം ഇവർക്കൊക്കെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാരിറ്റി സംവിധായകൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരഞ്ജന പട്ടിണിയായിരുന്നു പാവം. സത്യം പറഞ്ഞാൽ ഡെയിലി മുട്ട പഴം കാരണം അതിൽ 6 pack ഒക്കെ വരുന്നത് പറഞ്ഞ 5 pack വരെയൊക്കെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. നിങ്ങൾ അതെ ഈ സിനിമ കാണാൻ പോയ നീരജ് മണിയമ്പിള്ള രാജുവിന് 5 pack നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കഴിയും എല്ലാ ഷോട്ടിനും മുന്നിൽ 10 പുഷപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ബാട്ടബിൽ കിടന്നുകൊണ്ടിരുന്നത്. പൊതുവെ നമ്മൾ ഈ ബാട്ടബിളിന് ഗേൾസിങ്ങനെ അങ്ങനെയല്ലേ കാണും. ഈ സിനിമയിൽ ഉടനീളം ബാട്ടബിൽ കിടക്കുന്നുണ്ട്. വിമൻസ് കോളേജ്